കോൺഗ്രസിന്റെ പ്രതിനിധി കോൺഗ്രസിന്റെ സഹയാത്രികൻ ബി റജിയിലേക്കാണ് പോകുന്നത്. റജി, ഇന്ന് ഈ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് ചിലരെയൊക്കെ പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ ഈശ്വർ കസ്റ്റഡിയിലാണ്. ഞാൻ ചില പേരുകൾ വായിക്കാം. രഞ്ജിത പുളിക്കൽ, മഹിളാ കോൺഗ്രസ് ജില്ലാ നേതാവാണ്. അഡ്വക്കേറ്റ് ദീപ ജോസഫ്, കോൺഗ്രസിന് വേണ്ടി സൈബർ ഇടങ്ങളിൽ വളരെ കൃത്യമായി പണിയെടുക്കുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫ്. സന്ദീപ് വാര്യർ, KPCC ജനറൽ സെക്രട്ടറി. രാഹുൽ ഈശ്വറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. മാത്രവുമല്ല, ഈ സൈബർ ഇടത്തിൽ ഈ പെൺകുട്ടിയെ അധിക്ഷേപിച്ചത് കോൺഗ്രസ് പുറത്താക്കിയ ഒരു നേതാവിന് വേണ്ടി കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ വളരെ കൃത്യമായി പണിയെടുക്കുന്നൊരു കാഴ്ചയാണ് കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. IRT എന്ന് പറയുന്ന ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ടീം എന്ന് പറയുന്ന ഈ ടീം കോൺഗ്രസിന് വേണ്ടി വളരെ കൃത്യമായി ഡിജിറ്റൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതാണ്. അവിടെ ഔദ്യോഗിക വിഭാഗമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരടക്കം ഈ പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ പെൺകുട്ടിയെ അപഹസിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം അപഹസിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. ഇങ്ങനെ പുറത്താക്കപ്പെട്ട ഒരു നേതാവിന് വേണ്ടി എന്തിനാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക സംവിധാനം ഉപയോഗിക്കുന്നത്? ബി റജി, നോക്കൂ, കോൺഗ്രസ് പാർട്ടിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു നിലപാടാണുള്ളത്. ആ ഒരു നിലപാട് കോൺഗ്രസിന്റെ സമുന്നതനായ KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. UDF ഇക്കാര്യത്തിലുള്ള നിലപാട് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ അപ്പുറം അല്ലാതെ മറ്റൊരു നിലപാടും കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഇല്ല ഇത് സംബന്ധിച്ച്, രാഹുൽ മാങ്കൂട്ടം വിഷയം സംബന്ധിച്ച്. മാത്രമല്ല, ഈ വിഷയമുണ്ടായ ആദ്യഘട്ടത്തിൽ തന്നെ മറ്റു ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും സ്വീകരിക്കാത്തത്ര കടുത്ത നടപടി കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുകയും അയാളെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് പാർട്ടിയുടെ ഒരു തരത്തിലുള്ള ബന്ധവും അഥവാ എല്ലാ തരത്തിലുള്ള ബന്ധവും വിച്ഛേദിക്കപ്പെട്ടു നിൽക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയിലെ നിയമസംഹിതയ്ക്ക് വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ അവർക്കെതിരെയുള്ള നിയമ നടപടി സ്വീകരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമ്മുടെ നിയമ അധികാരികൾക്കുണ്ടല്ലോ, നിയമപാലകർക്കുണ്ടല്ലോ. അത് കോൺഗ്രസുമായിട്ട് അതിനെ ഏതെങ്കിലും തരത്തിൽ ബന്ധിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ അത് ശരിയല്ല. കോൺഗ്രസ് എന്ന ഒരു പൊളിറ്റിക്കൽ പ്രസ്ഥാനം അതിന്റെ അങ്ങേയറ്റത്തെ ധാർമ്മിക നിലവാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് 3 മാസത്തിന് മുമ്പ് തന്നെ ഈ കാര്യത്തിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സൈബർ ഇടങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടങ്ങളിലോ ചിലർ വ്യക്തിപരമായ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഒരു ഫോർമലായിട്ടുള്ള ഒരു പരാതി, ഒരു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പേ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളതിനെയൊക്കെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് ഓരോ വ്യക്തികളെ കുറിച്ചും അവരുടെ വ്യക്തിപരമായിട്ടുള്ള നിലപാടാണ്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിലപാട് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് സ്വീകരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ കോൺഗ്രസ് പ്രസ്ഥാനം ഒരു നിലപാടെടുത്തിട്ടുണ്ട്. ആ നിലപാടിനോട് മുഴുവൻ കോൺഗ്രസ്സുകാരും, കോൺഗ്രസ് സഹയാത്രികരായാലും കോൺഗ്രസിന്റെ ആദർശത്തിൽ വിശ്വസിക്കുന്നവരെ മുഴുവൻ അണിചേർന്ന് കഴിഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം എന്തെങ്കിലും ചെയ്താൽ അത് കോൺഗ്രസിന്റെ ലേബലിൽ കെട്ടിവെക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ട് എതിരാളികൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു തന്ത്രമാണ്. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കോൺഗ്രസിന്റെ നിലപാട് സുവ്യക്തമാണ്, അത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഈ കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഒരു ആംബിഗ്വിറ്റിയുടെയും അവ്യക്തതയുടെയും പ്രശ്നമേ ഇവിടെ ഉദിക്കുന്നില്ല. അങ്ങനെയല്ലല്ലോ അടൂർ പ്രകാശ് പറഞ്ഞത്, K സുധാകരൻ പറഞ്ഞത്, അവരൊക്കെ VK ശ്രീകണ്ഠൻ അവരൊക്കെ എടുത്ത നിലപാടുകൾ എന്തായിരുന്നു? ബി റജി, മാത്രവുമല്ല നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ചില സ്ക്രീൻഷോട്ട്സ് ഇട്ടിരുന്നു. അതിൽ വളരെ കൃത്യമായി കോൺഗ്രസിന് വേണ്ടി സൈബർ ഇടത്ത് ജോലി ചെയ്യുന്ന ആളുകളുടെ കമന്റുകളാണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിച്ചുകൊണ്ടും പെൺകുട്ടിയെ ഇകഴ്ത്തിക്കൊണ്ടും അധിക്ഷേപിച്ചുകൊണ്ടുമുള്ള പോസ്റ്റുകൾ പുറത്തു വന്നത്. എന്തിനാണ് അങ്ങനെ കോൺഗ്രസ് പുറത്താക്കിയ ഒരാൾക്ക് വേണ്ടി KPCCയുടെ ഡിജിറ്റൽ വിഭാഗം ഇടപെടുന്നത് എന്ന ചോദ്യം പ്രസക്തമല്ലേ? അപ്പോൾ കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക സംവിധാനമോ നേതാക്കളോ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി രംഗത്ത് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് എവിടെ വിലപ്പോവും റജി? കോൺഗ്രസിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഏതെങ്കിലും ഒരു സംവിധാനം ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വളരെ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. ഏതൊക്കെ ഘട്ടത്തിൽ എന്തെല്ലാമാണ് പുറത്തു വന്നത്? ഇപ്പോൾ റജിയുടെ ശ്രദ്ധയിലേക്ക് വേണമെങ്കിൽ PCR-ൽ നിന്ന് ആ ദൃശ്യങ്ങൾ, ആ മാസ്ക് ചെയ്തിട്ടുള്ള വിഷ്വൽസ് തന്നെയാണ്. പക്ഷേ ആരാണ് ഇത്തരത്തിൽ ഈ സൈബർ ഇടത്തിൽ ഈ പെൺകുട്ടിയെ അധിക്ഷേപിച്ചത് എന്നതിന്റെ വളരെ കൃത്യമായ തെളിവുകൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. IRT എന്ന് പറയുന്നത് എന്താണ് താങ്കൾക്കറിയാമോ?
നോക്കൂ, ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ടീം എന്ന് പറയുന്ന IRT കോൺഗ്രസിന്റെ ഡിജിറ്റൽ വിഭാഗമാണ്. അതിൽ വളരെ കൃത്യമായി പെൺകുട്ടിയുടെയും ഭർത്താവിന്റെയും ചിത്രങ്ങളടക്കം പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇതാണ് ഇവൾ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കു വേണ്ടിയാണ് KPCCയുടെ ഡിജിറ്റൽ വിഭാഗം പണിയെടുത്ത്? താങ്കൾക്ക് വളരെ സുപരിചിതമായും ഈ പേരുകളൊക്കെ എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. നമ്മൾ സ്ക്രീൻഷോട്ടിൽ കാണിക്കുന്ന ആ പേരുകളൊക്കെ വളരെ കൃത്യമായി കോൺഗ്രസ് നേതാക്കൾക്ക്, കോൺഗ്രസ് സംവിധാനത്തിനൊക്കെ വളരെ കൃത്യമായി മനസ്സിലാകുന്നതാണ്. കോൺഗ്രസ് ഞാൻ എന്നെ പറയാനൊന്ന് അനുവദിക്കൂ. അതായത് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ക്ലസ്റ്റർ ക്ലിയർ ആയിട്ട് വളരെ സുവ്യക്തമായിട്ട് ആർജവത്തോടു കൂടിയുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഈ സംഭവം അല്ലാതെ ഈ വിവാദം 3 മാസങ്ങൾക്ക് മുമ്പ് ഉയർന്നു വന്നിട്ടുള്ളതാണ്. ഈ 3 മാസങ്ങളായി ചാനലിൽ പല ഘട്ടങ്ങളിലായി ഈ സംബന്ധിച്ച വിവാദങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഈ കഴിഞ്ഞ ദിവസം വരെയും ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു പരാതി ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നില്ല. ഈ പോലീസ് സ്റ്റേഷനിൽ ഈ പരാതി രജിസ്റ്റർ ചെയ്യപ്പെടുന്നതിന് മുമ്പ് പലരും അവരുടെ ചില അഭിപ്രായ പ്രകടനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയിട്ടുണ്ട്. ഒരു തർക്കവും അക്കാര്യത്തിലില്ല. പക്ഷേ പാർട്ടി സുസംഘടിതമായിട്ട് സുചിന്തിതമായിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് അത് പൂർണ്ണമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തപ്പോ, പ്രത്യേകിച്ച് ഈ പരാതി രജിസ്റ്റർ ചെയ്തതിന് ശേഷം എല്ലാ തരത്തിലുള്ള നിയമ നടപടികളുമായി അങ്ങേയറ്റം കോൺഗ്രസോ അല്ലെങ്കിൽ അതിൻ്റെതായി ബന്ധപ്പെട്ടവരോ സഹകരിക്കാനുള്ള ആഹ്വാനം അത് നൽകുകയും ഇത് സംബന്ധിച്ച് ഈ വ്യക്തിയെ, കോൺഗ്രസിന്റെ പ്രാഥമിക അംഗം പോലും അല്ലാത്ത ഈ വ്യക്തിയിൽ നിന്ന് പരമാവധി ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുകയുമാണ് ചെയ്യുന്നത്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ എതിരാളികൾ കോൺഗ്രസിനെ ഇതിലേക്ക് വലിച്ചിഴക്കുകയാണ്. ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ടാണോ പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് രാഹുലിനെ ഇറക്കിയത്? അവിടെ സ്ഥാനാർത്ഥികൾക്കൊപ്പം വീടാന്തരം കയറി ഇറങ്ങി വോട്ട് അഭ്യർത്ഥിക്കുന്ന രാഹുലിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. മാത്രവുമല്ല, പാർട്ടിയുടെ ഔദ്യോഗിക യോഗങ്ങളിൽ പോലും അവിടെ പങ്കെടുക്കുന്ന സാഹചര്യമുണ്ടായി. പാലക്കാട് DCC പ്രസിഡന്റ് വളരെ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്ന കാഴ്ച കണ്ടു. അവിടുത്തെ ബ്ലോക്ക് പ്രസിഡന്റുമാർ രാഹുലിന് വേണ്ടി രംഗത്തെത്തുന്നത് കണ്ടു. അങ്ങനെ ഒട്ടേറെ പേർ പാലക്കാട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഇത്തരത്തിൽ വളരെ കൃത്യമായി കുറെ മാസങ്ങളായി ഒരു സംശയനിഴലിൽ നിൽക്കുകയായിരുന്ന ഈ വ്യക്തിത്വത്തെ വീട്ടിലേക്ക് കയറ്റാൻ കൊള്ളില്ല എന്ന് നേതാക്കൾ തന്നെ പല ഘട്ടത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞിട്ടുള്ള ഈ നേതാവിനെ കൊണ്ട് നിങ്ങൾ വോട്ട് അഭ്യർത്ഥിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. അപ്പോൾ ഒരു ഡിസ്റ്റൻസും പാലിച്ചിട്ടില്ല ബി റെജി. നോക്കൂ, അദ്ദേഹം ഈ രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ നിമിഷവും പാലക്കാട് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ്. അപ്പൊ അദ്ദേഹം ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹം ആ സ്ഥാനത്താണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അദ്ദേഹവുമായി വ്യക്തിബന്ധമുള്ള ആരുടെയെങ്കിലും തെരഞ്ഞെടുപ്പിനോടൊപ്പം അദ്ദേഹം ഒരു പരാതി വരുന്നതിന് മുമ്പ് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഏതെങ്കിലും തരത്തിൽ നിഷേധിക്കപ്പെട്ടതായി നമുക്കറിവില്ല. അപ്പൊ എന്നാൽ പരാതി വരുന്നതിന് മുമ്പുള്ള സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അദ്ദേഹം അവിടുത്തെ ജനപ്രതിനിധിയാണ്, അദ്ദേഹവുമായി വ്യക്തിബന്ധമുള്ളവരുണ്ടാകും. അങ്ങനെയുള്ളവർ അദ്ദേഹത്തിന്റെ വ്യക്തിത്വ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പക്ഷെ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ടാവും. ആ ഘട്ടത്തിൽ അദ്ദേഹം ഒരുപക്ഷെ പോയിട്ടുണ്ടാകും. അതിലൊന്നും ഒരു കാര്യം കൂടി ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒരു കാര്യം കൂടി, ഈ പരാതി മുഖ്യമന്ത്രിയെ കണ്ട് പരാതി വന്നപ്പോൾ അടൂർ പ്രകാശിനോട് ചോദിക്കുന്നുണ്ട്, VK ശ്രീകണ്ഠനോട് ചോദിക്കുന്നുണ്ട്. അവർ വളരെ കൃത്യമായി പറയുന്നുണ്ട് CPMന്റെ ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ ലഘൂകരിക്കാൻ ശ്രമിക്കുകയാണ്. ഈ വിഷയത്തിന്റെ കാതലായ പ്രശ്നത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയാൻ അവർ ഒരു ഘട്ടത്തിലും തയ്യാറായില്ല എന്നതുകൂടി അങ്ങൊന്ന് ഓർക്കണം. നോക്കൂ, ഇവിടെ ഞാൻ പറഞ്ഞ പൂർത്തിയാക്കട്ടെ. ഈ പാലക്കാട്ടെ വിഷയത്തിൽ പാലക്കാട്ടെ മുനിസിപ്പൽ ചെയർമാൻ രാഹുൽ മാങ്കൂട്ടം MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിട്ടിട്ടുള്ളത് നമ്മൾ മറക്കരുത്. അതുപോലെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പാലക്കാട്ടെ ഒരു ഔദ്യോഗിക പരിപാടിയിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം വേദി പങ്കിട്ടു എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത്. ഇവിടെ പാർട്ടി ഒരു നിലപാട് സ്വീകരിച്ചു. ആ നിലപാട് സ്വീകരിക്കുമ്പോൾ പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നത് നിങ്ങൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്നൊക്കെ പുറത്താക്കിയെന്നല്ലേ പറയുന്നത്?